നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. ഒപ്പം പാകിസ്ഥാനും അതുപോലെ തന്നെ കാശ്മീരിലുള്ള ചില പാകിസ്ഥാൻ അനുകൂലികൾക്കും വളരെയേറെ വേദന നൽകിയ ഒരു ദിവസം ഓഗസ്റ്റ് 5. വീണ്ടും ഒരു ഓഗസ്റ്റ് 5 കൂടി വരുമ്പോൾ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ 7ാം വാർഷികത്തിൽ ജമ്മു കാശ്മീർ കനത്ത സുരക്ഷാ ജാഗ്രതയിലാണ്. സംസ്ഥാന പദവി തിരികെ നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ദില്ലിയിലും കാശ്മീരിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി സംസ്ഥാനത്തെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിച്ചത്. 7 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്തത് വലിയ വഞ്ചനയാണ് എന്നാണ് നാഷണൽ കോൺഫറൻസ്, PDP, അപ്നി പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ പ്രധാന ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി തിരികെ നൽകുന്നതിൽ തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതിയിലെ ഉറപ്പ് കേന്ദ്ര സർക്കാർ പാലിച്ചില്ല എന്നതാണ് പ്രധാന വിമർശനം. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ സഹകരണത്തോടെ പാർലമെന്റ് വളപ്പിൽ ഇന്ന് പ്രതിഷേധമുണ്ട്. അതേസമയം കാശ്മീർ താഴ്വരയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധിക്കാനാണ് PDPയുടെ തീരുമാനം. എന്നാൽ ഇവയുടെ പ്രതിഷേധങ്ങൾക്ക് പോലീസ് അനുമതി നൽകാത്തതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ താഴ്വരയിൽ ഉടനീളം സുരക്ഷ അതിശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും ഭൂമി, തൊഴിൽ, പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ കോൺഫറൻസ് ജമ്മുവിലെ പാർട്ടി ആസ്ഥാനത്തിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തും. അതേസമയം ഷഹീദി ചൌക്കിൽ കോൺഗ്രസ് പ്രകടനം നടത്തും. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഗാന്ധിനഗർ ആസ്ഥാനത്തിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തും. ജമ്മു കാശ്മീരിന്റെ ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിലൊന്നാണ് ഓഗസ്റ്റ് 5 എന്ന് നാഷണൽ കോൺഫറൻസ് പ്രവിശ്യ പ്രസിഡന്റ് വിശേഷിപ്പിച്ചു. 2019 തീരുമാനങ്ങൾ ജനങ്ങളുടെ സമ്മതമില്ലാതെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്രം തുടർച്ചയായ കാലതാമസം വരുത്തുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും ജമ്മു കാശ്മീരിന് പൂർണ്ണ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന ഭരണഘടനാപരമായ അധികാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയും. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രതിബദ്ധത നിറവേറ്റണം എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഇവരുടെ ആവശ്യം. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിലും ഭൂമി, തൊഴിലുകൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിവയുടെ ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. അതേസമയം ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്താനാണ് PDPയുടെ ഒരുക്കം. വാർഷികം സമാധാനപരമായി ആചരിക്കുന്നത് ഉറപ്പാക്കുന്നതിനും ക്രമസമാധാനം നിലനിർത്തുന്നതിനുമായി കേന്ദ്ര ഭരണ പ്രദേശത്തുടനീളം സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.